നമ്മൾ ഇന്നപ്പോൾ വിഷ്ണു വിശാൽ നായകനായി എത്തിയ ആര്യൻ എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് ഈ സിനിമ വൺ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലറാണ് ആര്യൻ എന്നുള്ള സിനിമ. ഇതിന്റെ സിനിമയുടെ തുടക്കത്തിലൊരു റൈറ്റർ, ഒരു ഫെയിൽഡ് ഡയറക്ടറാണ്, ഫെയിൽഡ് റൈറ്ററാണ്. പുള്ളി ഒരു വലിയൊരു TV ഷോയിൽ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുന്നു. ദെൻ ഫൈനലി ഹി ഹൈജാക്ട് ആൻഡ് എല്ലാവരോടുമായിട്ട് TV പറയുന്നുണ്ട്, ഞാൻ ഇനി ഒരു പെർഫെക്റ്റ് ക്രൈം ചെയ്യാൻ പോവുകയാണ്, തുടർച്ചയായിട്ട് കുറച്ച് ആളുകളെ കൊല്ലും, അപ്പോൾ നിങ്ങൾക്കത് പിടിക്കാൻ പറ്റില്ല, ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് ക്രൈം എന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ അനൗൺസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സീരിയൽ ഇല്ല. എങ്ങനെ പോലീസുകാർ അതിനെ സ്റ്റോപ്പ് ചെയ്തു, എന്താണ് ഇവിടെ റിയൽ മോട്ടീവ്, എന്താണ്, ആരൊക്കെയാണ് വിക്ടിംസ് എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആര്യൻ എന്നുള്ള ഒരു മൂവി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമ ആക്ച്വലി ഇറ്റ് ഈസ് അത്യാവശ്യം ഫസ്റ്റ് തൊട്ട് തന്നെ നമുക്കൊരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ വില്ലിനെ കാണിക്കുന്നു, അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് സിനിമയ്ക്ക്. ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ച് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ ഒരു ഡൗൺ ഉണ്ട് സിനിമയ്ക്ക്, ഗ്രാഫ് കുറച്ചൊന്ന് ഡൗൺ ആവുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ പോരായ്മയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വീക്ക് മോട്ടീവ് തന്നെയാണ്. വില്ലന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അത് ഭയങ്കര ഒരു വീക്ക് ആയിട്ടുള്ള സാധനമായിരുന്നു. പുള്ളിയുടെ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ പുള്ളിയുടെ ഒരു മോട്ടീവിനെ കുറിച്ചുള്ള സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അത് ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ ലൈക്ക് ഒരു വിയേർഡായിട്ട് തോന്നും. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അതിനെന്ന് തോന്നും. സോ അതാണ് എനിക്കൊരു ഇഷ്ടമല്ലാണ്ട് പോയ കാര്യം, ഈ സിനിമയുടെ ടൊട്ടാലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം. ബട്ട് ടൈലൻഡിൽ ഒരു നല്ലൊരു സീനുണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ പിന്നെ വിഷ്ണു വിശാല് ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന പോലെ പുള്ളി തുടക്കത്തിൽ ഈ സിനിമയ്ക്ക് വേണ്ടി ഇരുന്നെങ്കിൽ പിന്നീട് ഒരു ബ്രേക്ക് വന്നു ഈ സിനിമയ്ക്ക്. പിന്നീട് ആ ഫിസിക്കൽ ഫിറ്റ്നസ് തിരിച്ചെടുത്തിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. പക്ഷെ അത് ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ പോലും പല പല സ്ഥലങ്ങളിൽ പുള്ളിയുടെ ഓരോ ഷോട്ടിലും ചെറിയ ചെറിയ വേരിയേഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പുള്ളിയുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിലാണെങ്കിലും എല്ലാം ചില സീൻസിലൊക്കെ പുള്ളി നല്ല രീതിയിൽ ചെയ്തപ്പോൾ ചില സീൻസിലൊക്കെ പുള്ളി ഭയങ്കര ഏറെപിടുത്തമൊക്കെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു വാച്ചബിൾ മൂവി തന്നെയാണ് ആര്യൻ എന്നുള്ള സിനിമ. ഫൈനലി എനിക്ക് പറയാനുള്ളത്, കുറച്ച് പേര് ഈ സിനിമ ഞാൻ കണ്ടതിന് ശേഷമാണ് കുറച്ച് പേര് പറഞ്ഞ ഒരു മലയാളം വെബ് സീരീസിന്റെ ഭയങ്കര റീമേക്ക് അല്ലെങ്കിൽ ഫുൾ കോപ്പിയാണ് സിനിമ എന്ന്. ആക്ച്വലി ഞാൻ ഈ സീരീസ് കാണാത്തോണ്ടായിരിക്കും എനിക്കൊരു വാച്ചബിൾ മൂവി ആയിട്ട് തോന്നി ആര്യൻ എന്നുള്ള സിനിമ. നിങ്ങളപ്പോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാനിത് കാണാൻ ഇത്തിരി ലേറ്റ് ആയി പോയി ആക്ച്വലി ആര്യൻ എന്നുള്ള സിനിമ. സോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡീസന്റ് വാച്ച് തന്നെയാണ് ഈ സിനിമ. ഞാൻ പറഞ്ഞ പോലെ ഒരു വില്ലന്റെ വീക്ക് മോട്ടീവ് ആണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. നല്ല കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ട്, ഇന്റർവെൽ സീനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും.